ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെള്ളുള്ളി, ഗ്രാമ്പു, പട്ട എന്നിവ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കല്ലിയെയും പാറ്റയെയും ഒക്കെ ഓടിക്കാം എന്നതാണ് കേട്ടോ. അപ്പൊ ഇതിനായി നമുക്കിതൊന്ന് അത്യാവശ്യം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ചതിക്കേണ്ട, ഇതുപോലെ കുത്തി വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ചതച്ചെടുക്കാൻ മതി കേട്ടോ. അത് അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. അപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളം അധികം ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ജസ്റ്റ് കുറച്ച് നേരം നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇപ്പം ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇതിലേക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ പല്ലിക്ക്, പാറ്റക്കൊക്കെ വലിയ പ്രശ്നമുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പല്ലിയുള്ള ഭാഗങ്ങൾ, അതുപോലെ കൂറ, ഈ ഇത്തരം നമ്മുടെ പാറ്റ ഒക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ടായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ കൂറ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ അലമാരയിലൊക്കെ ചിലപ്പോൾ കൂറയുടെയൊക്കെ ശല്യം ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് വാർഡ്രോബ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു സ്മെല്ല് കൊണ്ട് കൂറൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. നല്ലൊരു സ്മെല്ലുള്ള ഒരു ഇതാണ്. അതുപോലെ ബാക്കി വരുന്ന ഈ വെള്ളം നമുക്ക് രാത്രിയിലൊക്കെ കിടക്കാൻ നേരം നമ്മുടെ കിച്ചൻ്റെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കിച്ചൻ്റെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിയിൽ നിന്നൊക്കെ വരുന്ന പ്രാണികളൊക്കെ ഇവ നശിപ്പിക്കും. പക്ഷെ പിന്നെ വെള്ളം ഒഴിക്കാതിരിക്കുക. ലാസ്റ്റ് ഒഴിക്കേണ്ട വെള്ളം ഇതായിരിക്കണം കേട്ടോ. ലാസ്റ്റ് ഒഴിക്കേണ്ട വെള്ളം ഇതായിരിക്കണം. ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് അണുക്കളൊക്കെ ചത്തുപോകും. അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ പ്രാണികളൊക്കെ അതിൽ നിന്ന് ചത്തുപോകും. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.